നമസ്തേ. 500 വർഷമായി ഹിന്ദുക്കൾ സ്വപ്നം കാണുന്ന അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ബലരാമനായി പിറന്നിട്ട് ഒരു വർഷമാകുകയാണ്. ലോകത്തെ ശ്രീരാമ ഭക്തർ കാത്തിരുന്ന അയോധ്യ രാമന്റെ 1ാം വാർഷിക ആഘോഷങ്ങളുടെ തീയതികൾ ഇനി പറയാൻ പോകുന്നത് പോലെയാണ്. നമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലാല വിഗ്രഹം പ്രതിഷ്ഠിച്ചതിൻ്റെ ആദ്യ വർഷമായ ഭാരതീയ പഞ്ചഭൂതമനുസരിച്ച് 2025 ജനുവരി മാസത്തിലെ പുഷ്യമാസത്തിലെ ശുക്ലദ്വാദശിയിൽ, അതായത് ജനുവരി 2024 അത് നടന്നത്. അന്നാണ് ഈ പ്രതിഷ്ഠ നടന്നത്. ഈ വർഷം പുഷ്യമാസം ശുക്ലദ്വാദശി നാളിലാണ്, അതായത് ജനുവരി 11 ഉത്സവം ഈ വർഷം ആരംഭിക്കുന്നത്. വാർഷിക ഉത്സവം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ജനറൽ സെക്രട്ടറിയായ ശ്രീ ചമ്പത് റോയി പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ട്രസ്റ്റ് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഇനി പറയുന്നവയാണ്. പ്രതിഷ്ഠ ദ്വാദശി 500 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമചന്ദ്രൻ തൻ്റെ ജന്മസ്ഥലത്ത് നിർമ്മിച്ച പുതിയ വാസസ്ഥലത്ത് ബലരാമനായി പുനർനിർമ്മിച്ചു. പ്രതിഷ്ഠ ദ്വാദശി എന്നാണ് നാം അതിനെ പറയുന്നത്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത്. ഈ അവസരത്തിൽ അയോധ്യ ശ്രീരാമ ജന്മഭൂമി മന്ദിറിന്റെ പരിസര പ്രദേശങ്ങളിൽ 4 സ്ഥലങ്ങളിൽ 3 ദിവസത്തെ ആഘോഷങ്ങളും പ്രത്യേക പരിപാടികളും നടക്കുന്നതാണ്. 1. ക്ഷേത്ര സമുച്ചയത്തിലെ യാഗമണ്ഡപത്തിൽ നടക്കുന്ന പരിപാടികൾ. 1975 മന്ത്രങ്ങളുള്ള 40 അധ്യായങ്ങളുള്ള ശുക്ല യജുർവേദ മധ്യദാനി ശാഖയിൽ ഭഗവാന് യജ്ഞമർപ്പിക്കുകയും 11 ഘടകങ്ങളിൽ വേദമന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നു. ഈ യജ്ഞപരിപാടി രാവിലെ 8 മണി മുതൽ 11 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെയുമായിരിക്കും നടക്കുക. ശ്രീരാമ മന്ത്രോച്ചാരണ യാഗവും ഈ സമയത്ത് 2 ഘട്ടങ്ങളിലായി നടന്നുവരും. 6 ലക്ഷം മന്ത്രങ്ങളാണ് ഇവിടെ ജപിക്കപ്പെടുന്നത്. കൂടാതെ ശ്രീരാമരക്ഷ സ്തോത്രം, ഹനുമാൻ ചാലിസ, പുരുഷ സൂക്തം, ശ്രീ സൂക്തം, ആദിത്യ ഹൃദയം പാരായണം, ആദിത്യ ഹൃദയം സ്തോത്രം, അഥർവശിഷ്ടം തുടങ്ങിയവയും കൂട്ടത്തിൽ ജപിക്കുന്നതാണ്. അടുത്തത് ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിലെ ചടങ്ങുകൾ നോക്കാം. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ തെക്കൻ ദിശയിലുള്ള പ്രാർത്ഥനാ മണ്ഡപത്തിൽ ഭഗവാന് രാഗസേവ സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ക്ഷേത്ര പരിസരത്ത് രാംലല്ലയുടെ സന്നിധിയിൽ അഭിനന്ദൻ ഗീത, ഭക്തിഗീത, മംഗളഹാർത്ത് എന്നിവയും നടത്തപ്പെടും. അടുത്തത് യാത്രീ സുവിധാ കേന്ദ്രത്തിന്റെ, അതായത് തീർത്ഥാടകരുടെ സുവിധത്തിന്റെ 1ാം നിലയിൽ ശ്രീരാമചരിത മാനസയുടെ 3 ദിവസത്തെ സംഗീത പാരായണം ഉണ്ടാകുന്നതായിരിക്കും. അങ്ങാട്ടിയില മൈതാനിയിൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 3:30 വരെ ശ്രീരാമ കഥയെയും 3:30 മുതൽ 5 മണി വരെ ശ്രീരാമചരിത്ര മാനസ വരെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഉണ്ട്. ദിവസവും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ മറ്റ് സാംസ്കാരിക പരിപാടികൾ നടക്കുന്നതായിരിക്കും. ജനുവരി 11 രാവിലെ മുതൽ സ്വാമിയുടെ അന്നപ്രസാദ വിതരണവും നടക്കും. പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ സുരക്ഷാ സംബന്ധമായ ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല. 2024 തുടക്കത്തിൽ 5,10,000 ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും 17 കോടി കുടുംബങ്ങളിലെ 40 കോടിയിലധികം ശ്രീരാമ ഭക്തരെ അക്ഷതകൾക്കൊപ്പം അയോധ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് അയോധ്യ ശ്രീരാമ ജന്മഭൂമി മന്ദിരമാണ്. 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 13.55 കോടി ഇന്ത്യക്കാരും 3153 വിദേശികളുമാണ് അയോധ്യ സന്ദർശിച്ചത്. ജയ് ശ്രീറാം.